നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. തൽക്കാലം നമുക്ക് ഈ കുഞ്ഞിനെ ആമി ചേച്ചി കൊടുത്താലോ? തന്റെ ഒറ്റൊരാളുടെ കയ്യിലാണ് ഇപ്പൊ എന്റെ ആമി ചേച്ചിയുടെ ജീവൻ. വേണമെങ്കിൽ ഞാൻ എന്നിട്ട് കാല് പിടിക്കാം. ഈ കഥയിൽ ശരിക്കും ആമി ചേച്ചിയല്ലല്ലോ, ഞാനല്ല ദയ അറിയിക്കുന്നത്. ലോകത്ത് എവിടെയെങ്കിലും കേട്ട് കേൾവിയുള്ള കാര്യമാണോ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന് വേണ്ടി ഇങ്ങനൊരു സാഹസത്തിന് തയ്യാറാവോ? ഇനി മുത്തശ്ശി പറ, ആമി ചേച്ചിയെ രക്ഷിക്കാൻ ഇനിയും എന്റെ ജീവിതം ഞാൻ ബലി കൊടുക്കണോ? ഞാൻ എന്താണ് പറയേണ്ടത്? ഇതിൽ ആര് പറയുന്നതാണ് ശരി? അതിനിപ്പോ എന്താ ഇത്ര സംശയം? എന്താ മുത്തശ്ശിക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ലെങ്കിൽ കൊച്ചുമ്മനോട് ചോദിച്ചു നോക്ക്. ആദ്യം പറയട്ടെ സത്യം എന്താന്ന്. ഇതെന്റെ കുഞ്ഞല്ലെന്ന് ആദ്യം പറഞ്ഞ അതിനെ തിരിച്ചു കൊടുക്കാൻ ഞാൻ ഒരുക്കുക. പിന്നെ ഒരിക്കലും ഒരു നിഴലായിട്ട് പോലും ഞാൻ അതിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടില്ല. വാക്കാണോ? വാക്ക് പറയുന്നത് പൂജയാ, വിശ്വസിക്കാം. നിക്കടെ അവിടെ. എന്താ മുത്തശ്ശി? നീ എന്ത് തീക്കളിയായി കളിക്കുന്നത്? തീക്കളിയോ? എന്ത്? നിനക്കൊന്നും അറിയില്ലല്ലേ? നീ പൂജയോട് പറഞ്ഞോടാ കുഞ്ഞവളുടേതാണെന്ന്. എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? അവളോട് അങ്ങനെ പറഞ്ഞോന്ന്. പറഞ്ഞു. നീ ഞങ്ങളോടൊക്കെ എന്താ പറഞ്ഞേ? എടാ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. നീ ആമിയോടും എന്നോടും ഒക്കെ പറഞ്ഞത് എന്താണെന്ന്. ഇത് അവളുടെ കുഞ്ഞാണെന്നല്ലേ നീ പറഞ്ഞത്? നിനക്ക് പറയാനുള്ള മറുപടി നിനക്ക് നിന്റെ ഭാര്യയും വേണം പെങ്ങളെയും വേണം എന്നായിരിക്കും അല്ലേ? അതിനുവേണ്ടി നീ കളിച്ച ഈ വൃത്തികെട്ട നാടകം ആരുടെയൊക്കെ ഭാവിയെ ബാധിക്കാൻ പോകുന്നത് നിനക്കറിയാമോ? മുത്തശ്ശി, അതിന് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. സംഭവിക്കുന്നത് വരെ എല്ലാവരും കാത്തിരിക്കണം അല്ലേ? എടാ അന്ന് പൂജയുടെ കുഞ്ഞു മരിച്ചു എന്നുള്ള സത്യം നീ ആശുപത്രി വെച്ച് തന്നെ അവളോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ അവസാനിച്ചേനെ. നീ ഒറ്റ ഒരാളാ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഈ അപകടം പിടിച്ച കളി ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. നീ എങ്ങനെ ഇതിന് പരിഹാരം കാണുമെന്ന് ഈ പറയുന്നേ? നിനക്കെന്നല്ല
ആർക്കും ഇതിന് പരിഹാരം കാണാൻ പറ്റില്ല. മുത്തശ്ശി, പൂജ ഇപ്പോഴും അന്ധമായി വിശ്വസിച്ചിരിക്കുന്നത് അവളുടെ കുഞ്ഞാണെന്നാ. ആയിക്കോട്ടെ, അതിന് ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. പ്രശ്നം ഉണ്ടായില്ലെന്നോ? എടാ, നീ ശരിക്കും പൊട്ടനാണോ അതോ പൊട്ടനെ പോലെ അഭിനയിക്കുന്നതാണോ? ഇതിൽ കൂടുതൽ ഇവിടെ ഇനി എന്തു പ്രശ്നം ഉണ്ടാകാനാടാ? നീ ഈ കള്ളക്കഥ എവിടെ കൊണ്ട് അവസാനിപ്പിക്കും? നിനക്കറിയാം ഈ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ ആമിയാണെന്ന്. നീ പൂജയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നതോ അത് അവളുടെ കുഞ്ഞാണെന്ന്. നാളെ ആമിയും പൂജയും കൂടെ ഒരുമിച്ച് വന്ന് കുഞ്ഞാരുടേതാണെന്ന് ചോദിക്കുന്ന ഒരു നിമിഷം ഉണ്ടായ അവരോട് നീ എന്തു മറുപടി പറയും? നിനക്കറിയാമോ, പൂജ എന്നോടെല്ലാം തുറന്നു പറഞ്ഞു. അന്ന് കുഞ്ഞുണ്ടായ രാത്രിയിൽ ഹോസ്പിറ്റലിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും. അതിപ്പോ എന്തിനാ മുത്തശ്ശി ഇവിടെ എടുത്തിരുന്നേ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഒരു രീതിയിൽ ഈ പ്രശ്നം മാന്യമായി പരിഹരിക്കാൻ നിനക്ക് ഉദ്ദേശമില്ല അല്ലേ? മുത്തശ്ശി ഇപ്പൊ അതൊന്നും ആരെ ഓർമ്മിപ്പിക്കുന്നു വേണ്ട. മുത്തശ്ശി ഓർമ്മിപ്പിച്ചതൊന്നുമല്ല. കട്ടായി നിന്റെ ഭാര്യ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ആകാശം ഇടിഞ്ഞു വീണാൽ ഈ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന്. ഇനിയെങ്കിലും ഈ മൗനം ഒന്ന് വെടിയണം. വാ തുറന്ന സത്യം ഒന്ന് തുറന്നു പറയണം. എന്ത് സത്യം? ഇതുവരെ ഞാൻ പറഞ്ഞതിനപ്പുറം എനിക്കൊരു സത്യം പറയില്ല. അങ്ങനെ ഇരുട്ടുകൊണ്ട് നീ ഓട്ടയടയ്ക്കാനൊന്നും നോക്കണ്ട. നാളെ ആമയും പൂജയും കൂടെ ഒരുമിച്ച് വന്ന് നിന്റെ മുന്നിൽ നിന്നാൽ അവരോട് നീ എന്തു മറുപടി പറയുമെന്ന് എനിക്കറിയണം. എന്ത് മറുപടി പറയാം? ആമി ചേച്ചി കുഞ്ഞിനെ പൂജയ്ക്ക് നിയമപരമായി ദത്തു കൊടുത്തതല്ലേ. ഹോസ്പിറ്റൽ രേഖകൾ കുഞ്ഞിന്റെ അമ്മ ആമി ചേച്ചിയല്ലേ. പൂജയുടെ കുഞ്ഞാണതെന്ന് പൂജ മാത്രം വിശ്വസിക്കുന്ന കാര്യങ്ങളല്ലേ. പൂജയും ഞാനും കുഞ്ഞിനെ ഒന്നിച്ചല്ലേ വളർത്തുന്നേ. പിന്നെ ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ലെങ്കിൽ നീ പിന്നെ എന്തിനാ ഇപ്പോഴും അവളോട് പറയുന്നത് അത് അവളുടെ കുഞ്ഞാണെന്ന്? എടാ, നിനക്ക് അവളോട് സത്യം തുറന്നു പറഞ്ഞാ പോരെ? അതുകൊണ്ടല്ലേ അവള് കുഞ്ഞിനെ വിട്ടുകൊടുക്കാത്തെ? അതുകൊണ്ടൊന്നുമല്ല. പിന്നെന്താ? അത് പിന്നെ അവളത് എത്രത്തെ കുഞ്ഞല്ലേ, ആ ഒരു വാശിക്ക് അവളങ്ങനെ പറയുന്നതാ. അല്ലാതെ അത് അവളുടെ കുഞ്ഞാണെന്ന് നീ അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് കൊണ്ടല്ല. ഒരിക്കലുമല്ല. എന്ന് വെച്ചാ എല്ലാ ആമയുടെ മാത്രം കുറ്റമാണെന്ന്. അവളൊരു പ്രാന്തിന്റെ പുറത്ത് ഈ കുഞ്ഞിനെ എടുത്ത് കൊടുത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്ന് ആണോടാ? അവൾ ഇങ്ങനെ ഒരു പ്രാന്ത് കാണിച്ചതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ? ഒരു വാക്കെങ്കിലും നീ ഇതിനെപ്പറ്റി അവളോട് ചോദിച്ചിട്ടുണ്ടോ? അതിപ്പോ ഇവിടെ ആരും ചോദിച്ചിട്ടില്ലല്ലോ. എന്താ ചോദിക്കാതെ തന്നെ അവള് പറഞ്ഞടാ? എടാ, നീ വിചാരിക്കുന്ന പോലെ അവൾക്ക് ഭ്രാന്തൊന്നുമില്ല. ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. മനസ്സിലായില്ല. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വരെ അവൾ ഒരു തെറ്റിദ്ധാരണയിലായിരുന്നു. ഏതു നിമിഷവും മരിച്ചു പോകുമെന്ന് അവൾ വല്ലാതെ ഭയപ്പെട്ടു.